ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം ബാരിക് അലൈഹി. ദർസ് 156. വുളൂ ചെയ്യുമ്പോഴുള്ള തയമ്മം നമ്മൾ പഠിച്ചു. കുളിക്കുമ്പോൾ എങ്ങനെ തയമ്മം ചെയ്യണം എന്നതും പഠിച്ചു. ഇനി തയമ്മം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക. മുറിവൊക്കെ വെച്ച് കെട്ടുന്നതിന് മുമ്പ് ഒന്ന് വുളൂ ചെയ്യുന്നത് കഴിവിൻ്റെ പരമാവധി നല്ലതാണ്. നമ്മളെ മുറിവൊക്കെയായി ഡോക്ടറെ അടുത്ത് പോകുന്നതിന് മുമ്പ് ഒന്ന് വുളൂ ചെയ്യുക. ചിലപ്പോൾ അന്യ സ്ത്രീകളൊക്കെ തൊട്ടാൽ, പുരുഷന്മാരെ തൊട്ടാൽ വുളൂ മുറിയും, അതൊരു പ്രശ്നമാണ്. ഏതായിരിക്കട്ടെ, വെച്ച് കെട്ടുന്നതിന് മുമ്പ് വുളൂ ചെയ്യാൻ കഴിയുമെങ്കിൽ വുളൂ ചെയ്യുന്നത് നല്ലതാണ്. അതിന് ചില കാരണങ്ങളുണ്ട്, അത് പിന്നീട് പറയും. ഏതായിരിക്കട്ടെ, തയമ്മം ചെയ്യേണ്ട രൂപവും രീതിയൊക്കെ നമ്മൾ നേരത്തെ പഠിപ്പിച്ചു. ഇനി തയമ്മത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം, നജസ് ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കുക. കുളിയുടെ തയമ്മം ചെയ്യുകയാണെങ്കിൽ ശരീരത്തിൽ എവിടെ നജസ് ഉണ്ടെങ്കിലും നീക്കുക. വുളൂവിൻ്റെ തയമ്മം ചെയ്യുകയാണെങ്കിൽ വുളൂവിൻ്റെ അവയവത്തിൽ എവിടെയെങ്കിലൊക്കെ തയമ്മത്തിൻ്റെ അവയവത്തിലൊക്കെ നജസ് ഉണ്ടെങ്കിൽ, അതായത് മുഖത്തോ കയ്യിലൊക്കെ നജസ് ഉണ്ടെങ്കിൽ അത് നീക്കുക. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിസ്കാരത്തിൽ സമയം ആയാൽ മാത്രമേ തയമ്മം ചെയ്യാൻ പാടൂ. മഗ്രിബ് നിസ്കാരത്തിൻ്റെ തയമ്മം മഗ്രിബ് ബാങ്ക് കൊടുത്താലേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ മഗ്രിബിൻ്റെ സമയമാവണം. സുബിഹിൻ്റെ തയമ്മം സുബിഹി ബാങ്കിന് ശേഷം, ലോഹറിൻ്റെ തയമ്മം ലോഹറിന് ശേഷം. തയമ്മം സമയത്തിന് മുമ്പ് തയമ്മം ചെയ്തിട്ട് കാര്യമില്ല. മഗ്രിബിന് മുമ്പ് തന്നെ തയമ്മം ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. പിന്നെ നമുക്കറിയാം, ശുദ്ധിയും പൊടിയുമുള്ള മണ്ണായിരിക്കണം. ശുദ്ധിയുള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മളെ മുറ്റത്തൊക്കെയുള്ള മണ്ണൊക്കെ ശുദ്ധി തന്നെയാണ്. മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് ഒക്കെ ശുദ്ധിയായിക്കണേ. അവിടെ നായ തൊട്ടിട്ടുണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നൊന്നും പറഞ്ഞ് ബേജാറാകണ്ട. നമുക്ക് നായ തൊട്ടു എന്ന് ഉറപ്പ് ആയി ആണ്, അവിടെ ശുദ്ധിയായിട്ടില്ല എന്ന് ഉറപ്പ് കിട്ടണം. അത് ഉറപ്പ് കിട്ടാൻ മിക്കവാറും ശുദ്ധി ആയിട്ടുണ്ടാകുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മണ്ണ് എടുക്കാവുന്നതാണ്. പൊടിയുള്ള മണ്ണായിരിക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഓരോ വുളൂ ചെയ്തു അതിൻ്റെ തയമ്മും ചെയ്തു, അല്ലെങ്കിൽ കുളിച്ചു അതിൻ്റെ തയമ്മും ചെയ്തു, ളുഹർ നിസ്കരിച്ചു, അപ്പോഴേക്ക് അസർ ബാങ്ക് കൊടുത്തു. ളുഹർ നിസ്കരിച്ച ഉടനെ അസർ ബാങ്ക് കൊടുത്തു. ളുഹറും അസറും കുറച്ചൊക്കെ അടുത്ത സമയത്താണ് നിസ്കരിക്കുന്നത്. ഒരു തയമ്മം കൊണ്ട് ഒരു ഫർളേ പറ്റുള്ളൂ. വുളൂ മുറിഞ്ഞിട്ടില്ലെങ്കിലും, ഇടയിൽ വുളൂ മുറിഞ്ഞിട്ടില്ലെങ്കിലും രണ്ടാമത്തെ ഫർള് നിസ്കരിക്കണമെങ്കിൽ മറ്റൊരു തയമ്മം ചെയ്യണം. വുളൂ എടുക്കേണ്ടതില്ല, തയമ്മം ഒന്നും കൂടി മടക്കണം. വുളൂ നേരത്തെ എടുത്ത വുളൂ മുറിഞ്ഞിട്ടില്ലെങ്കിൽ അത് മതി. പക്ഷേ ഒരു ഫർള് കൊണ്ട് ഒരു തയമ്മേ പറ്റുള്ളൂ. രണ്ടാമത്തെ ഫർള് നിസ്കാരത്തിന് അടുത്ത വുളൂ എടുക്കേണ്ടി വരും. വുളൂ മുറിയാതെ കുറേ നേരം വീണ്ടും നിന്നാലോ, മൂന്നാമത്തെ ഫർളിൽ എത്തിയാലോ അപ്പോഴൊന്നും വുളൂ മുറിച്ചില്ല. എന്നാൽ ഒരു തേമ എങ്ങനെയാലും കൂട്ടണം. ഓരോ ഫർളിന് ഒരു തേമേ പറ്റുള്ളൂ. ഈ പോയിന്റ് നല്ല ശ്രദ്ധിക്കണം. സുന്നത്ത് നിസ്കാരം എത്ര നിസ്കരിക്കുക ഒരു തേമം കൊണ്ട്. അപ്പോൾ രണ്ട് ഫർളൊക്കെ ഒപ്പം നിസ്കരിക്കുകയാണെങ്കിൽ ഒരു തേമം, രണ്ട് തേമം വേണ്ടി വരും എന്നർത്ഥം. പിന്നെ തേമം വേണമെങ്കിൽ രോഗികളൊക്കെ ആണെങ്കിൽ മറ്റൊരാൾക്ക് എടുത്തു കൊടുത്താലും മതി. നെയ്യത്ത് വേണമെങ്കിൽ അവൻ തന്നെ വെപ്പിച്ചാൽ മതി, അവൻ തന്നെ വെക്കുക. നമ്മൾ മണ്ണൊക്കെ ചെയ്തു കൊടുക്കുക. പിന്നെ ഈ മോതിരമുണ്ടെങ്കിൽ രണ്ടാമത്തെ കൈ തടവുന്ന സമയത്ത്, രണ്ടാമത്തെ അടിയുടെ മുമ്പ് മോതിരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റണം. അത് ആണുങ്ങൾ വെള്ളി മോതിരം ഇടൽ സുന്നത്താണ്, ഒരു മോതിരം. സ്ത്രീകൾ സ്വർണ്ണ മോതിരം ഇടാം. എന്ത് മോതിരാണെങ്കിലും അത് മാറ്റണം. കാരണം മോതിരത്തിൻ്റെ സ്ഥലത്തേക്ക് മണ്ണ് എത്തേണ്ടത് നിർബന്ധമാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വുളൂ അവയവം വെള്ളം തട്ടാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളം തട്ടിക്കുക തന്നെ വേണം. ബാക്കിയുള്ളതിനാണ് തയമ്മം ചെയ്യേണ്ടത്. പിന്നെ ഇനി അവിടെ ചില കാര്യം, നമ്മളിപ്പോൾ തയമ്മം ചെയ്ത് നിസ്കരിച്ചു. ചിലപ്പോൾ, എപ്പോഴും അല്ല, ചില നിസ്കാരമൊക്കെ മടക്കി നിസ്കരിക്കേണ്ടി വരും, രണ്ടാമത് നിസ്കരിക്കേണ്ടി വരും. അതെന്താ? നിസ്കരിച്ചപ്പോൾ തയമ്മൊക്കെ ചെയ്തിട്ട് ഇനി രോഗമൊക്കെ മാറി മുറിവൊക്കെ ഉണങ്ങിയാൽ നേരത്തെ തയമ്മം ചെയ്ത ചില നിസ്കാരം ചില തയമ്മത്തിന് രണ്ടാമത് മടക്കി നിസ്കരിക്കേണ്ടി വരും. അതിൽപ്പെട്ടതാണ്
മുഖത്തോ കയ്യിലോ മുറിവാണെങ്കിൽ ആ തേമം മടക്കേണ്ടതാണ്. മുഖത്തോ കയ്യിലോ ആണ് തേമത്തിൻ്റെ അവയവം, തേമം ചെയ്യേണ്ട അവയവം മുഖവും കയ്യല്ലേ. അതിനാണ് മുറിവെങ്കിൽ രോഗം മാറിയതിനു ശേഷം വീണ്ടും നിസ്കരിക്കേണ്ടതാണ്. അപ്പം നേരത്തെ നിസ്കരിച്ചതോ നേരത്തെ തൽക്കാലത്തെ നിസ്കാരം വീണ്ടും നിസ്കരിക്കണം. അങ്ങനെ ഒരു നിയമമുണ്ട്. അതേപോലെ മുറിവ് കെട്ടുന്ന സമയത്ത് ഒലു ചെയ്ത് കെട്ടണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഒലു ചെയ്ത് കെട്ടണം. മുറിവ് കെട്ടണ മുമ്പ് ഒലു ചെയ്യണം. ഒരാൾ ഒലു ചെയ്യാതെ മുറിവ് കെട്ടിയാൽ എന്നിട്ട് അങ്ങനെ തേമം ചെയ്ത് നിസ്കരിച്ചാൽ അതും അടക്കണം. അപ്പോൾ 2 സ്ഥലമായി. കാലുമല മുറിവാണെങ്കിലോ അതും ഒലു ചെയ്തിട്ടേ കെട്ടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മടക്കേണ്ടി വരും. നേരത്തെ മുഖത്തോ കൈമലോ മുറിയാണെങ്കിൽ ഏതായാലും മടക്കണം. കാലുമ മുറിയാണെങ്കിൽ ഒലു ചെയ്താൽ പിന്നെ മടക്കണ്ട, അല്ലെങ്കിൽ മടക്കണം. ഇങ്ങനെയുള്ള നിയമങ്ങൾ. പിന്നെ കെട്ട് ആവശ്യത്തിലേറെ കെട്ടിയിരിക്കണ്, അതിനെക്കാട്ടി കുറക്കാൻ കഴിയും. ആ കെട്ട് നിൽക്കാൻ ആവശ്യമായ അളവ് മുറിവുമലും പിന്നെ അതിനോട് ബന്ധിച്ച സ്ഥലങ്ങൾ, അതിന് നിൽക്കാൻ കെട്ടിൻ്റെ നിർബന്ധമായിട്ടും കെട്ട് വരുമ്പോൾ പിടിക്കുന്ന സ്ഥലം അതിനേക്കാൾ ഏറെ വലിയ കെട്ട കെട്ടിയിട്ടുണ്ട്. എന്നാലും അങ്ങനെയുള്ള ഘട്ടത്തിലും നിസ്കാരം രണ്ടാമത് മടക്കേണ്ടി വരും. നമ്മളിപ്പോൾ 3 സ്ഥലം പറഞ്ഞു, വേറെ ഉണ്ടാവും. ഏതായിരിക്കട്ടെ ഇത് മനസ്സിലാക്കുക. ഒന്ന് മുഖത്ത് മുറിവാണെങ്കിൽ കൈമൽ മുറിവാണെങ്കിലും തേമം ചെയ്യുന്ന സ്ഥലത്താണ് മുറിവെങ്കിൽ മടക്കി നിസ്കരിക്കണം. കാൽമൽ മുറിവാണെങ്കിൽ പൊതുവെ മടക്കേണ്ടതില്ല, പക്ഷേ ഒലു ചെയ്യാതെയാണ് മുറിവ് കെട്ടിയതെങ്കിൽ മടക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഒലു ചെയ്ത് കെട്ടണമെന്ന് പറഞ്ഞത്. പിന്നെ ജാസ്തി സ്ഥലങ്ങൾ കെട്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും മടക്കേണ്ടി വരും. ഈ കാര്യങ്ങൾ മടക്കി നിസ്കരിക്കേണ്ട സ്ഥലങ്ങളാണത്. അതൊന്ന് ഓർമ്മിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല എളുപ്പം നൽകട്ടെ. അള്ളാഹു കർമ്മങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ധർമ്മത്തിനെ പറ്റി നിങ്ങളിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതുകൊണ്ട് മാത്രം മതിയാക്കരുത്. ധർമ്മവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ വാങ്ങണം. എന്നിട്ട് നന്നാക്കി ഒരു 10 വട്ടം വായിച്ചു നോക്കുക. അപ്പം നിങ്ങൾക്ക് ഒരുപാട് അറിവ് കിട്ടും. ചിലപ്പോൾ മുറിവൊക്കെ വരുമ്പോൾ ഇനി ഉസ്താദുമാരോട് ചോദിക്കുക, എന്നിട്ട് ഒന്നും കൂടി മനസ്സിലാക്കുക. അതുപോലെ അത്തരം പുസ്തകങ്ങളൊക്കെ വായിച്ച് ഇൽമ് പഠിക്കുക എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കൃത്യമായി അള്ളാഹു കൽപ്പിച്ച കൽപ്പനകളൊക്കെ ഖുർആനിൽ പഠിപ്പിച്ചതാണ് തേമം. അതൊക്കെ നിർവഹിക്കുന്നവർക്കാണ് സ്വർഗമുള്ളത്. അല്ലാതെ അന്തമില്ലാതെ നടക്കുന്നവർക്കല്ല എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സ്വർഗത്തിലെത്തിപ്പിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.